ഹലോ! ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മുടെ സിറ്റി വ്ളോഗിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മെൽബേണിലെ വൺ ഓഫ് ദി മോസ്റ്റ് കളർഫുൾ സ്ട്രീറ്റ്സായ ഹോസിയർ ലെയിനിലാണ്. സിൻസ് ദ ലേറ്റ് 1990s ഇവിടെ ഒരു ഫ്രീ ടു പെയിൻറ്റ് ഏരിയ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രത്യേക പെർമിഷൻസോ പെർമിറ്റ്സോ ഒന്നും ആർക്കും ആവശ്യമില്ല. വളരെ റിയലിസ്റ്റിക് ആയ ചില ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ എങ്ങനെയാണ് ഇതൊക്കെ വരയ്ക്കുന്നതെന്നോർത്ത് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. 1998 സിറ്റി ലൈറ്റ്സ് ഇനിഷ്യേറ്റീവ് ഹോസിയർ ലെയിനിനെ ഒരു സ്ട്രീറ്റ് ആർട്ട് ഗാലറിയായി പ്രഖ്യാപിച്ചു. അതോടെ മെൽബണിൻ്റെ ആർട്ട്സ്കേപ്പിൽ ദിസ് ഹാസ് ബിക്കം എ വൈറ്റൽ കൾച്ചറൽ ലാൻഡ്മാർക്ക്. ഇവിടുത്തെ ആർട്ട് വർക്ക്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പഴയത് മായ്ച്ചു കളഞ്ഞോ അല്ലെങ്കിൽ അതിന് മുകളിലായോ ആണ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് എ കലൈഡോസ്കോപ്പ് ഓഫ് കളേഴ്സ്. പല മൂവീസിലും സോങ്സിലും ഡാൻസ് വീഡിയോസിലൊക്കെ കണ്ട് ഈ സ്ട്രീറ്റ് പലർക്കും പരിചിതമായിരിക്കാം. ഇങ്ങനെ നടന്നു വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി ഈ സ്ട്രീറ്റിൻ്റെ അറ്റത്ത് വി സോ ദിസ്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ സ്ഥാപിച്ച ഈ പേസ്റ്റ് അപ്പ് ഇൻസ്റ്റലേഷനിൽ കാണുന്നത് 2024 ജാനുവരി 1 മുതൽ കൊല്ലപ്പെട്ട സ്ത്രീകളെയാണ്. ഏകദേശം 116 മുഖങ്ങളോടെയാണ് ഇതിവിടെ തുടങ്ങിയത്. പിന്നീട് പുതിയ വിക്ടിംസിനെ ചേർത്ത് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത്രയും വലിയ സംഖ്യ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ആ കാഴ്ച ശരിക്കും മനസ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ഇത്രയധികം ആൾക്കാർ ഇത്രയും ചെറിയ കാലയളവിൽ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡായി. അടുത്തതായി നമ്മൾ പോകുന്നത് തൊട്ടടുത്തുള്ള നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയയിലേക്കാണ്. 1861 സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴയ പബ്ലിക് ആർട്ട് മ്യൂസിയമാണിത്. 75,000-ലധികം ആർട്ട് വർക്ക്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പെർമനൻറ്റ് എക്സിബിഷൻസ് പബ്ലിക്കിന് ഫ്രീ എൻട്രിയാണ്. ഇടയ്ക്ക് വരാറുള്ള സ്പെഷ്യൽ എക്സിബിഷൻസിന് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ. ഈ ബിൽഡിംഗ് ഇതിൻ്റെ എൻട്രൻസിൽ ഈ വാട്ടർഫോൾ ഉള്ള ഗ്ലാസ് വാള് കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റ് ഹാൾ. ലയണഡ് ഫ്രഞ്ച് ഡിസൈൻ ചെയ്ത ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് സീലിംഗ് ആണ് ഇവിടുത്തെ അട്രാക്ഷൻ. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാർജസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഗ്ലോബലി. ഇവിടെ നമ്മൾ കണ്ട ഒരു പ്രധാന കലാസൃഷ്ടിയാണിത്. മഞ്ഞും കറുപ്പുമായിട്ട് പോൾക്കാ ഡോട്ട്സ് കൊണ്ട് മൂടിയ 6 മീറ്റർ ഹൈറ്റിൽ ടെൻറ്റിക്കിൾ ഷേപ്ഡ് ആയ ഒരു സ്കൾപ്ചർ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വിങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ആർട്ട് ഫ്രം ഏഷ്യ. ചൈന, ജപ്പാൻ, ഇന്ത്യ, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർട്ട് വർക്ക്സ് ആണ് ഇവിടെ ഉള്ളത്. 1862 മുതലുള്ള കളക്ഷൻസ് ആണിതെല്ലാം. ഇന്ന് ഏകദേശം 5000-ഓളം ഏഷ്യൻ കലാസൃഷ്ടികൾ തന്നെ ഇവിടെയുണ്ട്. ഈ കളക്ഷൻ ഹിന്ദു, ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് തൊട്ട് ഇന്ത്യൻ മിനിയേച്ചേഴ്സ്, ചൈനീസ് കാലിഗ്രഫി തുടങ്ങി പല പ്രിൻറ്റുകളും തുണിത്തരങ്ങളും വരെ എങ്ങനെ പരസ്പരം സ്വാധീനിച്ചു എന്ന് എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ഏഷ്യൻ കളക്ഷൻ്റെ ഓപ്പോസിറ്റ് വിങ് 13 to 17 സെഞ്ചുറി വരെയുള്ള യൂറോപ്യൻ ബ്രിട്ടീൻ മാസ്റ്റർ പീസസ് ആണ്. ഇതാണ് ദി ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്. ഡച്ച് ഡിസൈനറായ മാർട്ടൻ ബാസിൻ്റെ ഒരു കണ്ടംപററി ആർട്ട് വർക്കാണിത്. ക്ലോക്ക് ഫേസിൽ ഒരു LCD സ്ക്രീനാണ്. യൂഷ്വൽ ക്ലോക്ക് ഹാൻഡ്സിന് പകരം ഒരു അപ്പൂപ്പൻ ഓരോ മിനിറ്റിലും സമയം വരയ്ക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന ഒരു 12 hour ലോങ് വീഡിയോ ലൂപ്പിൽ കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 18th century എസ്തെറ്റിക്സിൽ ഒരു മോഡേൺ ടെക്നോളജി ബ്ലെൻഡ് ചെയ്തതായിട്ടാണ് ഇതിനെ കാണുന്നത്. സമയം 5 ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ വേറെ ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 6 ഒക്കെ ആകുമ്പോഴേക്ക് വിൻ്റർ മാർക്കറ്റിലേക്ക് പോകാനാണ് പ്ലാൻ. ഇറങ്ങിയപ്പോഴേക്ക് റോഡിൽ ലൈറ്റ്സ് ഒക്കെ ഓണായി നല്ല ഭംഗിയുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ ഇല ഒഴിഞ്ഞ് നിൽക്കുവാണ്. ട്രാമിന് വേണ്ടി കാത്തു നിന്നെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. കയറാൻ പറ്റിയില്ല. 2-3 എണ്ണത്തിന് കാത്തു നിന്നിട്ടും കാര്യമില്ലാഞ്ഞുകൊണ്ട് നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു.
അപ്പോൾ സൈഡിൽ നല്ലൊരു റെയിൻബോ കണ്ടു കേട്ടോ. കുഞ്ഞിലെ ബുക്സിലൊക്കെ കണ്ടതിനെ നേരിട്ട് കാണുമ്പോൾ എത്ര തവണ ആയാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അത്. ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മളെ ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയില്ലേ, അതുപോലെയായിരുന്നു. കുറച്ച് മുന്നേ തിരക്കൊഴിഞ്ഞ് ട്രാമിനായി വെയിറ്റ് ചെയ്ത് കിട്ടാതെ ചെറിയ നിരാശയോടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ മാജിക്കൽ വ്യൂ കണ്ടത്. പ്രിൻസസ് ബ്രിഡ്ജിന് മുകളിലെത്തിയപ്പോൾ ദ ഗോൾഡൻ അവർ, സൺസെറ്റിൻ്റെ ഫേവറേറ്റ് വ്യൂ ആണ്. ഇന്ന് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതാ ആകാശവും പുഴയും എല്ലാം സ്വർണ്ണത്തിൽ മുങ്ങിയ പോലെ. ഐ ഫീൽ സോ ഹാപ്പി, സോ ബ്ലെസ്ഡ്. ഒരു സൈഡിൽ റെയിൻബോ, മറു സൈഡിൽ സൺസെറ്റ്. ആ മൊമെൻറ്റിൽ ദ വേൾഡ് ജസ്റ്റ് സൈലൻസ്ഡ് ആൻഡ് എവറിത്തിങ് ഫെൽറ്റ് സോ മാജിക്കൽ.